ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു മേക്കപ്പ് ലുക്കാണ്. സോ ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു വിഷു മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് ഇന്ന് ചെയ്യാം. സോ ഇന്നിപ്പം 12-ാം തീയതിയാണ്. സോ നാളെ മറ്റന്നാളില്ല, അപ്പം നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിനി വേഗം വീഡിയോയിലേക്ക് പോവാം. ഇപ്പം തന്നെ ഞാൻ വേർക്കാൻ തുടങ്ങി. ഭയങ്കര ചൂടാണ് ഇവിടെ. സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഫാൻ ഇടാനും പറ്റുന്നില്ല എന്നത്ര അവസ്ഥയാണ്. പക്ഷേ എന്തായാലും നമ്മൾ വീഡിയോസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക, കാരണം അല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റിന് നമ്മൾ ഒരു ടോണറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഈ ഒരു ലോറിയലിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്കിന്നിലേക്ക് നല്ലോണം ഫസ്റ്റിന് നമ്മൾ പ്രെപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇതാണെങ്കിൽ ഒരു ഇലുമിനേറ്റിംഗ് ക്രീമായിട്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് അഗെയിൻ നന്നായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മോയ്സ്ചറൈസിങ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോസ്റെക്സിൻ്റെ ആണ്. ഇതും എൻ്റെ ഫേവററ്റ് ആണ്. ഇതാണ് എൻ്റെ ഫേവററ്റ്. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓൾസോ ഇത് നമുക്ക് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്, പക്ഷേ എന്നാലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര ഓയിലി ആയി കിടക്കൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു കൺസീലർ യൂസ് ചെയ്യാണ്. എൻ്റെ ഓൾ ടൈം ഫേവററ്റ് ആയിട്ടുള്ളൊരു കൺസീലറാണ്. സോ ഇതന്നെയായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഡാർക്ക് സർക്കിൾസ് ആവശ്യത്തിലധികം ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറെ എവിടെയും കൺസീൽ ചെയ്യുന്നില്ല, കാരണം അവിടെയാണ് മെയിനായിട്ട് കണ്ണിൻ്റെ ചുറ്റുമാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടിൻറ്റാണ്. നല്ലൊരു ടിൻറ്റാണ് ഈ മെബിലിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ അഗൈൻ ഒരു ഫേസിൽ മൊത്തമായിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡറാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ യൂസ് ചെയ്യാറ്. ഇടയ്ക്ക് ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്കിന്നിലേക്ക് ഒരു ഈവൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ലൂസ് പൗഡറാണ്. അപ്പം ഞാൻ കൂടുതലും ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ കോമ്പാക്ട് പൗഡറാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ പുറത്തൊക്കെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ ഷൂട്ടോ അങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്യുന്നൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂസ് പൗഡർ യൂസ് ചെയ്യാറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് കണ്ണിൻ്റെ പരിപാടിയാണ്. സോ ഫസ്റ്റിനെ ബേസായിട്ട് നമ്മളൊരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഏരിയയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് നമുക്ക് ഐഷയുടെ പരിപാടിയുള്ളൂ. പിന്നെ താഴെ നമ്മൾ ഈ ഒരു ഐബ്രോ പെൻസിലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഡാസ്ലറിൻ്റെ പെൻസിലാണ്. ഇത് നമ്മൾ കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇത് ഐബ്രോ പൗഡർ കിറ്റാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. ഭയങ്കര കറക്റ്റ് സ്മോക്കൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം ലൈറ്റായിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം കിട്ടും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു വാല് നമ്മൾ ഇടുകയാണ്. അത് കണ്ണിൻ്റെ താഴെയായിട്ട് ഇടുന്നത്, മേലെ നമ്മൾ ഐലൈനർ ഇടുന്ന ആ ഒരു വാലല്ലത്, ഇത് നമ്മൾ താഴെ ഇങ്ങനെ ഇടുന്നതാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മസ്കാര എടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് നല്ല കോട്ടിന് നമ്മൾ മസ്കാര ഇടുന്നുണ്ട്. സോ നമ്മൾ മേലെ ഐലൈനർ ഒന്നും ഇടുന്നില്ല, താഴെ മാത്രം ഈ സംഭവം നമ്മൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഈ ഒരു സംഭവം. താഴെ നമ്മൾ ഐലൈനർ വെച്ചിട്ട് ഈ ഒരു വാല് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു ട്രഡീഷണൽ ലുക്കിന് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഇനി കുറച്ച് നേരം പോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഐബ്രോ. നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാനിത് ഐബ്രോ പെൻസിലായിട്ടാണ് യൂസ് ചെയ്യാറ്. കാജലായിട്ട് യൂസ് ചെയ്യാറുണ്ട്, മൾട്ടി യൂസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു ഐബ്രോ കിറ്റിൽ നിന്ന് നമ്മൾ ഐബ്രോ പൗഡറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. നന്നായിട്ട് നമ്മൾ ഈ ഒരു സ്പൂളി വെച്ചിട്ട് അഗെയിൻ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് എടുക്കുന്നുണ്ട്, ഒന്ന് ഈവൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം, ഇങ്ങനെയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടിൻറ്റാണ്. ഇത് ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റാണ് ഫേസ് ഷോപ്പിൻ്റെ. ഇത് നമ്മൾ 2 പ്രാവശ്യം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, അങ്ങനെ. അപ്പോൾ നമ്മളത് അത്യാവശ്യം നല്ലൊരു നാച്ചുറൽ ബ്ലഷ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റർ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന സെയിം സംഭവം തന്നെയാണ്. ഈ ഒരു ഹൈലൈറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പൊട്ട് തൊടുകയാണ്.
പൊട്ടൊക്കെ തൊട്ടു. നമ്മൾ ഈ ഒരു ഇതിൽ ഞാൻ പാവാട ഇട്ടതൊരു വയലറ്റ് കളർ, അപ്പോൾ അതിൻ്റെ ഒരു കളറാണ് പൊട്ട് തൊട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബോഡി ഷിമ്മർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും, അല്ലെങ്കിൽ എനിക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ ഒരു ബോഡി ഷിമ്മർ ഓയിൽ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലതാണ്. ഓൾസോ ട്രഡീഷണലൊക്കെ ആകുമ്പം ഒന്നുകൂടെ രസമാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ വെറുതെ ചുമ്മാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പൊട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ഈ പൊട്ട് റെഡ് കളറോ പിങ്ക് കളറോ അങ്ങനത്തെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിങ്ക് കളറ് പൊട്ട് തൊട്ടിട്ടുണ്ട്. ഇതാണ് കുറച്ചുകൂടി ചേരാൻ തോന്നി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് നെക്സ്റ്റ് ലിപ്പ് ലൈൻ ചെയ്തിട്ടുണ്ട്. ഒരു റെഡ് ഷെയ്ഡാണ് ലിപ്പ് ലൈൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് 58 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഒരു ലിപ്സ്റ്റിക്കും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നൈക്കേൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഒരൊറ്റ ലിപ്സ്റ്റിക് ഇടുന്നതിനെക്കാട്ടും കൂടുതൽ ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം, മിക്സ് ചെയ്തിട്ടിടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എഗെയിൻ ലൂസ് പൗഡർ വെച്ച് ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓയിലേറ്റ് വരുന്നുണ്ട് പോലെ തോന്നി. പിന്നെ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൂസ് പൗഡർ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളിപ്പോഴത്തെ ഈ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഹെയർ ആണ്. അപ്പോൾ ഹെയർ ഞാൻ വിചാരിച്ചു കേൾ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു ലുക്കിനെ എനിക്ക് കേൾ ചെയ്തിട്ട് വേണമെന്നുണ്ടായിരുന്നു. എൻ്റെ സ്ട്രെയിറ്റൻ ആയിട്ടുള്ളൊരു ഹെയർ ആണല്ലോ, അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, കേൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മളിത് കേൾ ചെയ്യാണ്, ഓരോരോ ഭാഗമായിട്ടെടുത്ത് കേൾ ചെയ്യാണ്. കേൾ ചെയ്തിട്ട് ഒരു ചെറിയ രീതിയിൽ ലോബണ്ണ് പോലെ കെട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെന്താ, മേലേന്ന് മൊത്തമായിട്ട് ഞാനിങ്ങനെ കേൾ ചെയ്തിട്ടില്ല, കുറച്ചുകൂടി ചെവീൻ്റെ താഴത്തേക്കുള്ള ആ ഭാഗമാണ് ഞാൻ കേൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കോംപ് ചെയ്ത് മേലേത്തെ ഭാഗം ഒന്ന് കോംപ് ചെയ്തിട്ട് നമ്മൾ താഴെ ഈ ഒരു ലോബണ്ണ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ മുന്നിൽ 2 ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഓൾസോ അതും കൂടെ ഒന്ന് കേൾ ചെയ്ത്. സോ ഇതാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളെന്താ ഒന്നും കൂടി ലിപ്സ്റ്റിക്ക് എനിക്ക് ഈ ഒരു പാവടയായിട്ടും ഈ ഒരു ലുക്കായിട്ട് ചേരാൻ വേണ്ടി ഒന്നും കൂടെ ഞാനും ഈ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വേണം തോന്നി. സോ ഞാൻ അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് മൈഗ്ലാമിൻ്റെ ആണ്. പിന്നെ നമ്മൾ ഈ കമ്മലിട്ടു. അങ്ങനെ ഇതാണ് നമ്മൾ ലുക്ക്. ബാക്കിൽ ഇങ്ങനെയാണ് ഹെയർ വരുന്നത്. കുറച്ച് മെസ്സി ആയിട്ടുള്ളൊരു ലോബണ്ണാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അതാണ് സംഭവം. അപ്പം ഇനി നമ്മൾ കുറച്ച് നേരം പോസ് ചെയ്ത് കളിക്കാം. സോ ഓവറോൾ ലുക്ക് ഇതാണ് കേട്ടോ. സോ അങ്ങനെ നമ്മൾ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളയും കൂടെ ഇതിലിട്ടുണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോബണ്ണ് മാറ്റിയിട്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.